ഹലോ. ആ മഹേഷ് ഏട്ടാ. ആ എനിക്ക് മനസ്സിലായി. അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ചേട്ടൻ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഫോൺ വെക്ക്, ഇറങ്ങാൻ സമയമായി. ആ അമ്മേ, ഒരു സെക്കൻഡ്. ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ലാസ്റ്റ് മിനിറ്റില്ലേ, എന്താ ചെയ്യാ, പറ്റില്ല. അവിടെ ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഇറങ്ങണ്ടേ? സ്വീകരണം കുറച്ച് നേരത്തെ ആക്കണം. ഞാൻ വഞ്ചിപ്പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയോ. മാളു എവിടെ? മാളു, നീ അവരുടെ കൂടെ കയറിക്കോ. അല്ല ചേച്ചിക്ക് വന്നോളൂ, നീ പൊക്കെ. ഇന്നിപ്പോ എന്താ പറയണ, ഞാൻ ഇവിടെ ഇറങ്ങി വരണം എന്നാണോ? മീര ഫോൺ വെക്കേ. ഒരു മിനിറ്റ്. എന്താ ചെയ്യുന്നത് നീ? എന്താ ഏട്ടാ? നീ എന്താ പൊട്ടം കളിക്കാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ നിന്റെ വിചാരം? നിനക്ക് ഏതോ ഒരു ഡിസ്നീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയവനാണ് ഞാൻ. ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിയാം. അതിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേനെ. അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം. ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒപ്പം വളർന്ന പെങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ദിവസം നിന്നോടിങ്ങനെ മിണ്ടേണ്ടി വന്നത് ഇതെന്റെ അവസ്ഥയാണ്. അച്ഛൻ്റെ ഫോട്ടോ പോയി ദക്ഷിണ വയ്ക്ക്. കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. അൻവർ അവിടെ അല്ല, ഇവിടെ. പക്ഷെ വിട്ടുകളയില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്നെ വെറും ഒരു ഊളയാക്കിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ അവളങ്ങ് പോയാലേ മുമ്പേ പറഞ്ഞ പോലെ ബാക്കി കിടക്കുന്ന ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല.
അപ്പം നാളെ കാണാം. കർത്താവ് പടക്കുകളിടത്ത് പണം നട്ട് വെച്ചിരിക്കണല്ലോ. അതെ, അവരങ്ങനെ ഇരുത്തരുത്. ഡിസ്നിയുടെ കാര്യം അൻവറിന്റെ കാര്യം ഡിസ്നിക്ക് അറിഞ്ഞൂടാ. നീ അവരുടെ ഇടയിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഇരുത്തണം. അവരെ ഒന്ന് സംസാരിക്കരുത്, അത് പ്രശ്നം. ആ ലേറ്റ് ആയല്ലോ. വാ വാ വാ. ആ വാ. ചേച്ചി അവിടെ ഇരുന്നു. ആ അവിടെ കാലൊന്ന് മാറ്റോ, കാല് മാറ്റോ. നടക്കാനിരിക്കണേ. ആ അവിടെ ഇരുന്നോ, അനങ്ങരുതേ. എടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അന്ന് ആലോചനട്ട് വന്നിട്ടില്ലേ? ആ ബാങ്കിലെ ശ്രീശങ്കരാണത്. നല്ലൊരു ഒച്ചായിരുന്നു. മോൻ ചെക്കൻ്റെ കൂട്ടരോ പെണ്ണിൻ്റെ കൂട്ടരോ? കേട്ടോ, ഒരു ഇറ്റലിക്കാരന്റെ ആലോചന ഉണ്ടായി. സിനിമാ നടൻ അനൂപ് മേനോന്റെ ബ്രദർ ഇൻ ലോന്റെ. ജനാർദ്ദൻ നായരെ, അതെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പയ്യനെ കൂടെ തന്നെ മതി. ചേട്ടാ, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പയ്യൻ ആരാ? എന്താ? ഒന്നുമില്ല. വന്ന് നിക്ക്. അവനവിടെ ചേട്ടനോട് പറഞ്ഞിട്ടോ.
ആ പാത്രം കൊണ്ടങ്ങോട്ട് വെച്ചേ. പോ 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 പോ. ചേട്ടാ ചേട്ടൻ എന്നോട് ഒരിക്കലും മിണ്ടൂല. What a family. ബ്രദറുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ തോന്നി. അടാ ഒരു പണിയാ, ഞാനിപ്പോൾ പപ്പടം കഴിച്ചോളാം. ജോസേട്ടാ ഒന്നേ അത് കണ്ടോ ചേട്ടാ, ഇച്ചിരി ചോറ് സാമ്പാർ. ആ ഇരിക്കുന്ന ബിജിക്കുട്ടനും ഇവിടുത്തെ മീരക്കൊച്ചും തമ്മിലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. അമ്മേ ദേ ചേട്ടൻ ഇവിടെ ഉണ്ട്. അയ്യേ ദേ ചേട്ടൻ കരയുന്നു. എന്റെ ചേട്ടാ, ചേട്ടൻ എത്ര പാവമായി പോയല്ലോ. ചേച്ചി പോയപ്പോ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാ നമ്മുടെ കുടുംബത്തിന്റെ ബോണ്ടിങ് എനിക്ക് മനസ്സിലായത്. ഇനി നോക്കിക്കോ, ചേച്ചിയായിരിക്കും എന്റെ റോൾ മോഡൽ.